കാഴ്ചാ സ്ഥലങ്ങളിൽ അർദ്ധനഗ്നരായ ആളുകൾ ഉല്ലസിക്കുന്നിടത്ത്, മറ്റു ബീച്ച് കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ അനാവശ്യങ്ങൾക്ക് കൂടുതൽ പെർമിറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടേക്കല്ല കെട്ടും കെട്ടി യാത്രയാകേണ്ടത്. അവിടേക്കല്ല ഫാമിലിയായിട്ട് ഒരു ഹണിമൂൺ യാത്ര നടത്തേണ്ടത്. അവിടേക്കല്ല നിന്റെ മക്കളെയും കൊണ്ട് ഒഴിവു ദിനങ്ങളിൽ നീ പാറിപ്പറക്കേണ്ടത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് അവിടെ പോയിരിക്കൂ. ഒന്ന് കിട്ടുന്ന ഖുർആനോദൂ. നിന്റെ മനസ്സിന്റെ മാലിന്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി യജമാനനായ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ. നിന്റെ ഭാര്യയെയും കൂട്ടി നീ ഒഴിവ് വേളയിൽ പറക്കേണ്ടത്, കിട്ടുന്ന ഒഴിവ് വേളയിൽ നീ പറക്കേണ്ടത്. അബദ്ധ സഞ്ചാരികൾ, പിടുത്തം വിട്ട് സഞ്ചരിക്കുന്ന മദ്യപാനികൾ, ഓടിക്കളിക്കുന്ന മയക്കുമരുന്ന ആളുകൾ റോന്തു ചുറ്റുന്ന സ്ഥലങ്ങളിലേക്കല്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ കയ്യിൽ അള്ളാഹു തരുന്ന മഞ്ഞപ്പണം നീ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർ ഫോട്ടോ എടുത്ത് വിടുമ്പോ നിന്റെ കൽവിൽ കർണാനന്ദകരമായി വരേണ്ടത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലല്ല. നിന്റെ മനസ്സിന്റെ മാലിന്യം തുടച്ചു നീക്കാൻ, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഖൈർ കിട്ടാൻ ഏറ്റവും നല്ല മസാറുകളിലേക്ക് വന്നോ, അവരെ സിയാറത്ത് ചെയ്തോ. അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, ആ മക്കളെ കൽവിലൊക്കെ മഹാന്മാരെ കുറിച്ചുള്ളൊരു ഓർമ്മയും അവരെ ചാരത്തെത്തിയിട്ടുള്ളൊരു സന്തോഷവും നല്ല ഒരു മനസ്ഥിതിയും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകാരപ്പെടും. പിന്നെയോ, വിദേശികളൊക്കെ വന്ന് തമ്പടിക്കുന്ന, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒഴുകുന്ന, ഏത് നേരവും അല്ലാഹുവിന്റെ അദാബിറങ്ങാൻ സാധ്യതയുള്ള ഒരു തെരുവിലേക്കും തെണ്ടിപ്പോകരുത്. ഒരു സ്ഥലങ്ങളിലേക്കും നീ പോയി പുറപ്പെട്ടു പോകരുത്. ഏറ്റവും വലിയ അദാബിറങ്ങാൻ കാരണമാകുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അദാബിൽ നീയും മെമ്പറായി പോകരുത്. നിന്റെ കയ്യിൽ അല്ലാഹു തആല തന്ന നിഅമത്താകുന്ന പണം നീ ഉപയോഗിക്കേണ്ടത് നല്ല മാർഗങ്ങളിലേക്കാണ്. കണ്ടില്ലേ നിങ്ങള്, ജൂതന്മാർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അംഗീകരിക്കാൻ വല്ല തെളിവും പോരാഞ്ഞിട്ടാണോ? അല്ല. മൂർച്ചയുള്ള ഹസദിന്റെ കാരണം എന്തേ? അവരാലോചിച്ച് നിൽക്കുകയായിരുന്നു. അവസാനത്തെ നബി അവരിൽ നിന്നാണ് വരിക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ജൂതന്മാരോട് ചോദിച്ചു, മദീനയിലുള്ള ജൂതന്മാരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ? അവര് പറഞ്ഞു, എല്ലാവർക്കുമുള്ള റസൂലല്ല, റസൂലുൽ ഉമ്മിയീൻ, അറബികൾക്ക് വന്ന റസൂലാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. എല്ലാവർക്കും റസൂലായിട്ടാണ് തങ്ങൾ അയച്ചത്. ഒരു അറബികൾക്ക് മാത്രോ, മക്കക്കാർക്ക് മാത്രോ, മദീനക്കാർക്ക് മാത്രോ അല്ല. പക്ഷെ പല മനുഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയൂല. ജൂതന്മാർക്ക് അടയാളങ്ങൾ കിട്ടാഞ്ഞിട്ടാണോ? അല്ല. നബിയാണെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല. ഹസദിന്റെ മൂർച്ച കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ശത്രുതയും പകയും വെച്ചു പുലർത്തിയത് അവരാണ്, യഹൂദികളാണ്. ആരാ തങ്ങൾക്ക് സിഹ്ർ ചെയ്തത്? ആരാ വിഷം പുരട്ടി ഭക്ഷണത്തിൽ കൊടുത്തത്? കൊല്ലാൻ ആളുകളെ ചുമതലപ്പെടുത്തി നിർത്തിയതാരാണ്? എല്ലാറ്റിനും ഒരു ഉത്തരമേ ഉള്ളൂ, യഹൂദികൾ. ജൂതന്മാർ അവരല്ലേ അതൊക്കെ ചെയ്തത്? അതിനുള്ള എല്ലാ അടവും പാറ്റി നോക്കിയത് അവരല്ലേ? ഹസദിന്റെ മൂർച്ച ഒറ്റ കാരണാണത്. മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ ഹസദ് വെക്കരുത്. നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ കാർന്ന് തിന്നുപോകും. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് അത് അംഗീകരിക്കാൻ കഴിയണം. ഈ ദുനിയാവിലും ആകാശ ലോകത്തും ആദ്യം ഉണ്ടായ ദോഷേത ഹസദാണ്. ഭൂമി ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഹസദ് എന്ന രോഗം ഉണ്ടായത് ഇബ്ലീസിനാണ്. ഭൂമി ലോകത്ത് ആദ്യമായി ഹസദ് എന്ന രോഗം ഉണ്ടായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾക്കാണ്. അങ്ങനെയാണ് ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്. ഹസദ് മൂർജിച്ചിട്ടാണ്. അതൊരു കടുത്ത രോഗമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട രോഗം. പിടിപെട്ട് കഴിഞ്ഞാൽ നീക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ കാവൽ ചോദിക്കാനുണ്ട് അള്ളാഹുവിനോട്.
എന്നും നമ്മൾ കാവൽ ഏറ്റവും ചോദിക്കുന്ന വിഷയത്തിൽ കാവൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ ഷർറ്, അവൻ ഹസദ് വെച്ചാലുള്ള ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ചോദ്യം അത് ചെറുതല്ല, വലിയൊരു വിഷയമാണ്. ഹസദ് നന്മകളെ മുഴുവനും കാർന്നു തിന്നു കളയും. ഹസദ് എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാനും വലിയ പ്രയാസമാണ്. ഖൽബിന്റെ പരിശുദ്ധി സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പ്രധാനമായും നമ്മളോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്, സഹോദരങ്ങളെ, ഖൽബിന്റെ രോഗങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ചെറുതായി കാണരുത്, വലിയ രൂപത്തിൽ തന്നെ കാണണം. എന്നിട്ട് ആ ഖൽബിന്റെ രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റണം. എന്തെങ്കിലും കേടുപാടുകൾ ഖൽബിന് പിടിപെട്ടാൽ അത് ചികിത്സിക്കാനും അത് മാറ്റാനും അതിനുള്ള മരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ട് ഖൽബിന് ആത്മീയമായ ഉണർവ് നൽകണം. ഖൽബിന്റെ ചികിത്സ എന്ന് പറഞ്ഞ് മഹാന്മാര് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായതാണ് പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത്, ഓത്ത്. ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതാനുള്ള കഴിവ് ആർജിക്കണം. അതൊരു പ്രധാനപ്പെട്ട കഴിവ് തന്നെയാണ്. ഖുർആൻ നന്നായി പഠിക്കണമെന്നർത്ഥം. എത്ര സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഈ പള്ളി നോക്കുകയാണെങ്കിൽ പേരന്നെ 1000 ജമാഅത്ത്. ഈ പള്ളിയിൽ ഓരോ ദിവസവും 100 ആൾക്കാർ വന്ന് 1000 ജമാഅത്ത് ഒന്നായിട്ട് വേണം 100 ആൾക്കാർ വന്ന് ഇവിടെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കണ ഉസ്താദിനെ വെച്ചിട്ട് ഒരായത്തിന്റെ അർത്ഥം പഠിക്കുകയാണെങ്കിൽ എന്ത് സുഖമുണ്ട്. പിന്നെ എന്തിനാ സഹോദരങ്ങൾ എത്രയും വലിയ പള്ളിയും ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ എന്തിനാ? എപ്പോഴെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെങ്കിലും പഠിച്ചിട്ട് ഒരായത്തെങ്കിലും നമ്മളെ ഖൽബിൽ ഒരു ചെറിയ മിന്നലാട്ടുണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ജുമാന്റെ വഅദ് പറയുമ്പോഴേക്ക് ആകെ മുന്നിൽ 40 ആളാവും, ബാക്കി കുന്നായിട്ട് കൊഴിഞ്ഞ് വണ്ടി കയറി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇത് സാധിക്കും? ഒരു 100 ആൾക്കാർ ഒരുമിച്ച് വന്നിരിക്കുക, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും എടുത്തിട്ട് ഖുർആന്റെ എന്തെങ്കിലും ഒരു വശങ്ങളൊന്ന് പഠിക്കാൻ, എപ്പോഴെങ്കിലും ഓതുമ്പോ നമ്മളെ മനസ്സിലൊന്ന് തറുവാകാൻ, ഒരായത്തെങ്കിലും ചിന്തിച്ചിട്ട് ഒന്ന് അർത്ഥം ചിന്തിച്ചിട്ടൊന്ന് കണ്ണീര് വരാൻ. പഠിച്ചോനെ, എന്നെ പറ്റിയാണല്ലോ നീ ആ ഖുർആനിലൂടെ പറഞ്ഞത്, എന്നെ പറ്റിയാണല്ലോ നീ ആ വിശദീകരിച്ചത് എന്നൊരു ചിന്ത വരണമെങ്കിൽ പഠിക്കണ്ടേ? ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഓതിയാൽ ഖൽബ് നന്നാകൂലേ? നന്നാകും, ഉറപ്പായിട്ടും. അതിന് നല്ലോണം പഠിക്കണം. അർത്ഥം ചിന്തിച്ച് ഓതണമെങ്കിൽ അർത്ഥം പഠിക്കാതെ കഴിയോ? അർത്ഥം ചിന്തിച്ച് ഓതുക എന്നുള്ളത് ഖൽബിന്റെ കടുപ്പം മാറാൻ ഒരു പ്രധാനപ്പെട്ട മരുന്നായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചൊരു മരുന്നാണ് തിലാവത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആനിന്റെ ആദാബുകൾ വിശദീകരിച്ചിടത്ത് മഹാനവറുകൾ പറഞ്ഞു, അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത് ഖൽബിന്റെ കീടങ്ങൾ മുഴുവനും കെടുത്തിക്കളഞ്ഞ് ഖൽബിനെ പരിശുദ്ധമാക്കാനുള്ള ഒരു മരുന്നാണ്. സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, ആൾക്കാരൊക്കെ പറയും, ഉസ്താദേ അതിന് മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മളെ മൊബൈലിലെ ഉപകരണങ്ങളൊക്കെ എത്ര ക്ലാസ് ഉണ്ട്. നേരെ ചൊവ്വേ ഇരുന്ന് കേൾക്കാനുള്ള സ്വബറുണ്ടാകും. കിട്ടോ? 1 മണിക്കൂർ ഇരുന്ന് ഒരു വാദ കേൾക്കാനുള്ള സ്വബറ് കിട്ടോ? ഇവിടെ തന്നെ കിട്ടുന്നില്ലെന്നുണ്ട്. ഞാൻ പുറത്ത് എന്നിട്ടായിരുന്നു കേൾക്കുന്നത്. 2 മിനിറ്റ് 1.5 മിനിറ്റ് അങ്ങനെ അടിച്ചു നിന്നുകൊണ്ട് പോതിങ്ങനെ കേട്ടിട്ട് പിന്നെ അടുത്തിലേക്ക് കടക്കും. അതെന്തെങ്കിലും ഒരു പരിഹാസ്യം, ഒരു ഹാസ്യമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കേൾക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും. വേണ്ടത് വെച്ച് കേൾക്കുന്നിടത്ത് അത്ര തോന്നെ ആളെ കാണില്ല. മറ്റൊരു മരുന്നാണ് നമ്മുടെ ബത്തുനെ സൂക്ഷിക്കണം. പറ്റുന്നത് മാത്രം കഴിക്കണം, പറ്റാത്തതൊന്നും ബത്തുനിലേക്ക് ചേർക്കരുത്. ബത്തുനിനെ, നമ്മുടെ വയറിനെ നന്നായി സൂക്ഷിക്കണം. വയറും ഖൽബുമായി നല്ല ബന്ധമുണ്ട്. അവിഹിതമായതൊന്നും കഴിക്കരുത്. പരിധി വിട്ട് കഴിക്കരുത് എന്ന് മാത്രമല്ല, അവിഹിതമായതൊന്നും കഴിക്കരുത്. അല്ലാഹു ഖുർആനിലൂടെ നമ്മോടത് ഉണർത്തിയിട്ടുണ്ട് പല തവണ. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷിക്കണം, കുടിക്കണം, വലാ തുസ്രിഫൂ,
പറ്റാത്തതൊന്നുമാകരുത്, പറ്റാത്തതൊന്നും കുടിക്കരുത്, പറ്റാത്തതൊന്നും കടിക്കരുത്. അത് ഖൽബിനെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തും. ഹറാമായ രീതിയിലുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളും കടിക്കരുത്. കഴിവിന്റെ പരമാവധി ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാകണം. ഹറാമായ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളും ഹറാമായ രീതിയിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള മദ്യപാനം പോലെയുള്ളത് മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കും. മരവിപ്പിച്ചുകൊണ്ടാണ് ചെറിയൊരു ദയാദാക്ഷിണ്യം പോലും ഇല്ലാതെ അത്രയും ലോകത്ത് സങ്കടപ്പെടുത്തുന്ന രംഗങ്ങൾക്ക് നമ്മുടെ നാടും നമ്മുടെ പരിസരങ്ങളുമൊക്കെ സാക്ഷിയാകുന്നത്. അത് ഒരു മെമ്പർമാരിൽ മാത്രം ഒതുക്കേണ്ടതല്ല, എല്ലാവരിലും അതിന്റെ ഉദാഹരണങ്ങൾ വന്നു കഴിഞ്ഞു. ഭാര്യ ഭർത്താവിനെ കൊന്നതും, ഭർത്താവ് ഭാര്യയെ കൊന്നതും, ബാപ്പ മക്കളെ കൊന്നതും, മക്കള് ബാപ്പയെ കൊന്നതും, മക്കള് വല്യുപ്പയെ കൊന്നതും എല്ലാ തരത്തിലും ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാറ്റിന്റെയും ഹേതു ഒന്നാണ്, കടിക്കുന്നതും കുടിക്കുന്നതും ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു നിലക്കും പറ്റാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സും ദുഷിക്കും. അവന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രകോപനപരമായ ചിന്ത വരും, പ്രകോപനപരമായ പ്രതിരോധ ബുദ്ധി വരും. എന്തും അവന് ചെയ്യാൻ തോന്നുന്നവൻ ചെയ്യും. അത് വല്ലാത്ത ദുഷിച്ചൊരവസ്ഥയാണ്. മറ്റൊന്ന് മുജാലസത്തു സുലഹ, നല്ല ആളുകളോടൊപ്പം ഒന്ന് കൂടിയിരിക്കുക. മഹാന്മാരുടെ മസാറ് വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ഉറൂസിനല്ല അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നത്. ആഴ്ചയിൽ ഒരു തവണയാണെങ്കിൽ അങ്ങനെ, ദിവസത്തിൽ ഒരു സലാം പറയും കഴിയുമെങ്കിൽ അങ്ങനെ. അവരോടൊപ്പം കൂടിയിരിക്കുന്നത് നമ്മുടെ ഖൽബ് നന്നാകാനുള്ള ഒരു കാരണമാണ്. സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്നിരിക്കുക. ദിക്ർ എന്നും നടക്കുന്ന സദസ്സ് കണ്ടിട്ടില്ലേ? ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സ്, ഖുർആനെന്നും ഓതുന്ന സദസ്സ് കണ്ടിട്ടില്ലേ? കൂടിയിരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. സ്വാലിഹീങ്ങളോടൊപ്പം കൂടിയിരിക്കുന്നത് ഖൽബിന്റെ വൃത്തികേടുകൾ നന്നാകാൻ ഏറ്റവും നല്ല മാർഗമാണ്. خالد الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض أقمار ماء الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقدار. സജ്ജനങ്ങളോടൊപ്പം നീ കലർന്നിരിക്കണം. അത് കാരണം നിന്റെ മനസ്സിന്, നിന്റെ സ്വഭാവത്തിന്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാറ്റിനും നന്മ വരും. നല്ല പ്രവർത്തനം വരും, നല്ല ചിന്ത വരും, നല്ല പ്ലാനിങ്ങുകൾ വരും, നല്ല പദ്ധതി വരും. കാരണം മനസ്സിന് വരുന്ന മാറ്റമാണ്. അവരോടൊപ്പം കൂടിയിരുന്നത് കൊണ്ട് കിട്ടിയതാണോ? അതെ. കാരണം അവര് ഭൂമിയിലെ ഏറ്റവും നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്, താരകങ്ങളാണ്. അവരോടൊപ്പം ചേർന്നിരിക്കണം. കേടുകളൊക്കെ നീങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നല്ലവരോടൊപ്പം കൂടിയിരിക്കുന്ന ആള് അതാരെ പോലെയാണ്? അതേ, കേടുള്ള ഒരു മനുഷ്യൻ അവരോടൊപ്പം പോയിരുന്നാൽ അവന്റെ കേടുകൾ മുഴുവനും നീങ്ങിയിട്ട് നല്ലവനായിട്ട് പരിശുദ്ധനായിട്ട് വരും. ആരെ പോലെയാണ് ഉദാഹരണം പറഞ്ഞത്? അത്തർ വിൽക്കുന്നവനെ പോലെയാണ്. അത്തറുകാരന്റെ അടുത്ത് നീ പോയിരുന്നാൽ ഒന്നുകിൽ അവന്റെ പക്കൽ നിന്ന് നീ അത്തർ വാങ്ങും, അല്ലെങ്കിൽ അത്തറൊന്ന് വാസനിക്കും, അല്ലെങ്കിൽ അത്തറൊന്ന് തേച്ചു തരും. മൂന്ന് നിലക്കാണെങ്കിലും നിനക്ക് നന്മയാണ്. അത്തർ വാങ്ങിയാലും സുഗന്ധമാണ്, കുറച്ചു നേരം നിന്ന് വാസനിച്ചാലും നിന്റെ ഖൽബിന് നല്ല ആശ്വാസമാണ്, നല്ല വാസന കിട്ടി. ഒന്ന് നിനക്ക് പുരട്ടി തന്നാലും കുറച്ചു നേരം വാസനിക്കാനതുണ്ടാകുമല്ലോ. ഇതേ രൂപത്തിലാണ് മസലുൽ ജലീസി സ്വാലിഹ്, നല്ലവരോടൊപ്പം കൂടിയിരിക്കുന്നവൻ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അവന് നന്മ കിട്ടാതിരിക്കില്ല, അവന്റെ ഖൽബിന് അതുകൊണ്ട് മാറ്റം കിട്ടാതിരിക്കില്ല. അങ്ങനെയാണ് മഹാന്മാരോടൊപ്പം വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ വന്ന് കൂടിയിരിക്കുമ്പോ അവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ചിന്തിച്ച് മാറിയിട്ട് പശ്ചാത്താപബോധത്തോടെ മാറുകയും അവരോടൊപ്പം സഹവസിച്ചതിന്റെ പേരിൽ പിന്നെ നന്നാകണമെന്ന ചിന്ത വന്നതുമൊക്കെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരൊറ്റ രാത്രി സഞ്ചരിച്ച തസ്കരൻ, ഒരു കളവ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റ രാത്രി കൊണ്ട് മാറിയത് ആ രാത്രിയിൽ കുറച്ചു നേരം കിട്ടിയ സുഹബത്താണ്, സഹവാസമാണ്.
കുറച്ചു നേരം കിട്ടിയ സഹവാസം, ആ സഹവാസത്തിൽ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, പടച്ചോനെ ഇങ്ങനെ പെരുമാറുന്ന ഈ സ്വഭാവത്തിൽ എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു സ്വഭാവം തന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കളവ് നടത്താൻ പോയിട്ട് എന്റെ തടിയും കൊണ്ട് ഞാൻ ഓടിയതാണ്, ആൾക്കാരെ അടിക്കാനും പിടിക്കാനും വന്നെടുത്തുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്നോട് സഭ്യേതര വാക്കുകളില്ല, എന്നോട് ആക്ഷേപത്തിന്റെ സ്വരങ്ങളില്ല, വെറുക്കുന്ന മന്ത്രങ്ങളില്ല. ഞാനൊരു ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഗോതമ്പ് നല്ല രൂപത്തിൽ ചാക്കിൽ കെട്ടി തന്നിട്ട് എന്റെ വീട്ടിലേക്കുള്ള സുഗമമായ വഴി വരെ കാണിച്ചു തന്ന നല്ലൊരു മാർഗദർശി. നാളെയും അയാളെ കാണണം, നാളെയും അദ്ദേഹത്തെ കാണണം, സദസ്സിലൊന്ന് പോയിരിക്കണം, എനിക്ക് നന്നാകണം എന്നൊരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിൽ വന്നത് ആ രാത്രിയിലെ കുറഞ്ഞ നേരത്തെ സഹവാസമാണ്. തീർത്തും നന്നായി. രൂപഭാവങ്ങളൊക്കെ മാറി, മനസ്സിന്റെ ദുഷ്കരമായ ചിന്തകൾ മൊത്തം കുടിയൊറുക്കിപ്പൊടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണം ഏറ്റവും അധികം ഫിറ്റാകും സഹോദരങ്ങളെ സ്വാലിഹീങ്ങളോടൊപ്പം ഇരുന്നാൽ. ഖൽബിന് വല്ലാത്ത മാറ്റം കിട്ടുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ടൂർ പോകുന്നത് മാറ്റിയിട്ട് സിയാറത്തിനാ പോകണം. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അധികം അതാണ്. ആണും പെണ്ണും ഫാമിലി റോട്ടിലേക്ക് ഇറങ്ങി, ഇത് റോഡല്ലേ, ബസിന്റെ എണ്ണം കിട്ടും. അപ്പുറത്താ ടൂറിസ്റ്റ് ബസിന്റെ എണ്ണം കിട്ടും. ഒന്ന് പോയി നോക്കി. അപകടങ്ങളും വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പത്രത്തിൽ വേറെ വരും. ടൂറിസ്റ്റ് ബസിന്റെ എണ്ണം കിട്ടും. ആണും പെണ്ണും ഫാമിലി അടക്കം. ഇപ്പൊ വയനാട്ടില് ഒരു അപകടമുണ്ടായി. അല്ലാഹു തആല എല്ലാ നാടുകളെയും കാത്തുരക്ഷിക്കട്ടെ. പത്രത്തിൽ വന്ന ഒരു വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാകും. അവിടെ ഈ ആളുകളെ ആകർഷിക്കാനും താമസിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീട്, എന്തായാലും പേര് റിസോർട്ട്. ഒലിച്ചുപോയ റിസോർട്ടുകൾ മുഴുവനും നിറഞ്ഞിരുന്നു. ഒറ്റ റിസോർട്ടും കാലിയില്ല. എത്ര ആള് പോയി എന്നുള്ള കണക്കുമില്ല. എവിടെങ്കിലും ഉണ്ടോ അങ്ങനെ തിരക്ക്? എന്താ അവിടെ കാര്യമായിട്ടുള്ളത്? മഖ്ബറുണ്ടോ? മഖ്ബറുകളിലേക്കും മറ്റുമല്ല കൂട്ടുകുടുംബാദികൾ പോയിട്ട് കുറച്ചു നേരം നിന്ന് സിയാറത്ത് ചെയ്ത് പോരുന്നത് ഒരു ആശ്വാസം. കാഴ്ചാ സ്ഥലങ്ങളിൽ അർദ്ധനഗ്നരായ ആളുകൾ ഉല്ലസിക്കുന്നിടത്ത്, മറ്റു ബീച്ച് കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ അനാവശ്യങ്ങൾക്ക് കൂടുതൽ പെർമിറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടേക്കല്ല കെട്ടും കെട്ടി യാത്രയാകേണ്ടത്. അവിടേക്കല്ല ഫാമിലിയായിട്ട് ഒരു ഹണിമൂൺ യാത്ര നടത്തേണ്ടത്. അവിടേക്കല്ല നിന്റെ മക്കളെയും കൊണ്ട് ഒഴിവു ദിനങ്ങളിൽ നീ പാറിപ്പറക്കേണ്ടത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് അവിടെ പോയിരിക്കൂ. ഒന്ന് കിട്ടുന്ന ഖുർആനോദൂ. നിന്റെ മനസ്സിന്റെ മാലിന്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി യജമാനനായ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ. നിന്റെ ഭാര്യയെയും കൂട്ടി നീ ഒഴിവ് വേളയിൽ പറക്കേണ്ടത്, കിട്ടുന്ന ഒഴിവ് വേളയിൽ നീ പറക്കേണ്ടത്. അബദ്ധ സഞ്ചാരികൾ, പിടുത്തം വിട്ട് സഞ്ചരിക്കുന്ന മദ്യപാനികൾ, ഓടിക്കളിക്കുന്ന മയക്കുമരുന്ന ആളുകൾ റോന്തു ചുറ്റുന്ന സ്ഥലങ്ങളിലേക്കല്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ കയ്യിൽ അല്ലാഹു തരുന്ന മഞ്ഞപ്പണം നീ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർ ഫോട്ടോ എടുത്ത് വിടുമ്പോ നിന്റെ കൽവിൽ കർണാനന്ദകരമായി വരേണ്ടത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലല്ല. നിന്റെ മനസ്സിന്റെ മാലിന്യം തുടച്ചു നീക്കാൻ, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഖൈറ് കിട്ടാൻ ഏറ്റവും നല്ല മസാറുകളിലേക്ക് വന്നോ, അവരെ സിയാറത്ത് ചെയ്തോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും എന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രാത്രിയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരൂലേ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയിൽ അർദ്ധരാത്രിയിൽ തങ്ങൾ പുറപ്പെടും. ഇലൽ ബഖീഇ, സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീയിലേക്ക്. എല്ലാ രാത്രിയും ഒരു രാത്രിയും ഒഴിവില്ല. എന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാനം തഹജ്ജുദിന്റെ നേരത്ത് തങ്ങൾ എഴുന്നേൽക്കുമ്പോ യഖ്റുജു മിൻ ആഖിരിൽ
ബില്ലൈലി ഇലൽ ബഖീ, രാത്രിയുടെ അവസാന സമയത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടും. ആരാണ് ജന്നത്തുൽ ബഖീയിൽ അന്തി ഉറങ്ങുന്നത്? മഹാന്മാരായ സ്വാലിഹീങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളാണ്. അവരെ കവച്ചു വെക്കുന്ന ഔലിയാക്കൾ ലോകത്ത് വേറെ ഇല്ലല്ലോ. അവരടുത്തു പോയിട്ടാ തങ്ങൾ സലാം പറയുന്നത്, തങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നേരത്തെ നിന്നിലേക്ക് യാത്രയായവർക്കും ഇനി ഇവിടെ ദുനിയാവിൽ ശേഷിക്കുന്നവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആ സജ്ജനങ്ങളുടെ സന്നിധാനത്തിൽ ചെന്നാണ് തങ്ങൾ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയട്ടെ, കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കേണ്ടത് നല്ല നല്ല മസാറുകളിലേക്കാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, ആ മക്കളെ കൽബിലൊക്കെ മഹാന്മാരെ കുറിച്ചുള്ളൊരു ഓർമ്മയും അവരെ ചാരത്തെത്തിയിട്ടുള്ളൊരു സന്തോഷവും നല്ല ഒരു മനസ്ഥിതിയും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകാരപ്പെടും. പിന്നെയോ, വിദേശികളൊക്കെ വന്ന് തമ്പടിക്കുന്ന, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒഴുകുന്ന, ഏത് നേരവും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു തെരുവിലേക്കും തെണ്ടിപ്പോകരുത്. ഒരു സ്ഥലങ്ങളിലേക്കും നീ പോയി പുറപ്പെട്ടു പോകരുത്. ഏറ്റവും വലിയ അദാബ് ഇറങ്ങാൻ കാരണമാകുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അദാബിൽ നീയും മെമ്പറായി പോകരുത്. നിന്റെ കയ്യിൽ അല്ലാഹു തആല തന്ന നിഅമത്താകുന്ന പണം നീ ഉപയോഗിക്കേണ്ടത് നല്ല മാർഗങ്ങളിലേക്കാണ്. സ്വാലിഹീങ്ങളിലേക്ക് പോകാൻ, അവരെ സവിധത്തിലേക്ക് വരാൻ, അവരോടൊപ്പം ഒന്ന് സിയാറത്ത് ചെയ്തിരിക്കാൻ, അതിലേക്കാണ് സഹോദരങ്ങളെ തുനിയേണ്ടത്. കല്യാണം കഴിയുന്ന പുതിയ വീട്ടിൽ വരെ ബാപ്പാരുമാരും മക്കളോട് ഹണിമൂൺ യാത്രക്ക് ഉപദേശിക്കുമ്പോ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ മൈക്കിലൂടെ പറയുന്നില്ല. ഒരു സ്ഥലം പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. വൃത്തികേടുകൾ മാത്രം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലെ മുസ്ലിം വീട്ടിലെ ബാപ്പമാരും ഉമ്മമാരും മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഹണിമൂൺ യാത്ര. ഞാൻ പറയുന്നില്ല, ഒറ്റ സ്ഥലം ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് 10,000-ഉം 25,000-ഉം മുടക്കിയിട്ട് വാടകയ്ക്ക് വരെ കാർ വിളിച്ചുകൊണ്ട് ആളുകൾ പോകുന്നത്. നമ്മൾ അതിൽപ്പെട്ട ആളുകളായി തീരരുത്. സ്വാലിഹീങ്ങളെ സന്നിധാനങ്ങളിലേക്ക് വരണം, അവരോടൊത്തിരിക്കണം. അവരെ സന്നിധാനത്തിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കണം. എപ്പോഴും നമ്മുടെ വീടിനേക്കാളും നമ്മുടെ പരിസരങ്ങളിലേക്കാളും റഹ്മത്ത് വർഷിക്കാൻ കാരണമാകുന്ന സ്ഥലങ്ങൾ സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്നിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ചെറിയൊരു കാര്യമല്ല, മഹാന്മാരാ പഠിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ ഖിയാമു ലൈലിൻ എന്നും പതിവാക്കാൻ കഴിയുമെങ്കിൽ ഖൽബ് നന്നാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഖിയാമു ലൈൽ, രാത്രിയിലെ നിസ്കാരം. തഹജ്ജുദ് നിസ്കാരമാണ് പറഞ്ഞത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു നമ്മൾ വീട്ടിൽ തന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും അതിലേക്ക് സൗകര്യമായിട്ടില്ല. ഇപ്പോഴും നമ്മൾ അതിലേക്ക് ഉണർന്നിട്ടില്ല. ചിലരൊക്കെ റമദാൻ മാസത്തിൽ മാത്രം ഉണ്ടാകും ഒരു ഖിയാമുൽ ലൈലിന്റെ ആൾക്കാരായിട്ട്. അതുപോലെ നിലനിർത്തണം എന്ന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു ചെറിയ സംഗതിയൊന്നല്ല. ഞാൻ വാത് നീട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ സമയമൊന്നും ഞാൻ മുടക്കുന്നില്ല. ഞാൻ എന്റെ സമയമാകുമ്പോ ഞാൻ നിർത്തും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളെ ഖൽബ് നന്നാക്കാൻ ഖിയാമുൽ ലൈൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ഖൽബുമായിട്ട്, ആ നേരത്തെ ഇബാദത്തിന് ഖൽബുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. നേരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നേരം അത് അസ്ഹാർ, അത്തായത്തിന്റെ സമയമാണ്. അത്തായത്തിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതും ഇപ്പോൾ പറയുന്നതും സുബൈക്ക് പറയുന്നതും മഗ്രിബിന് പറയുന്നതും അസറിന് പറയുന്നതും ഒക്കെ മാറ്റുണ്ട്. അത്തായത്തിന്റെ നേരത്തെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത് മറ്റു ഏത് സമയങ്ങളോടും അതിനെ സാമ്യപ്പെടുത്താൻ കഴിയൂല. അത് വേറെ തന്നെയാണ്. അത്തായ നേരത്തുള്ള വിനയത്തോടെയുള്ള കേണപേക്ഷ അല്ലാഹുവിനോട് മനസ്സുരുകി അല്ലാഹുവിനോട് പറയാ. വൈകല്യങ്ങൾ നിറഞ്ഞവനാണ് റബ്ബേ, ഒന്നിനും പോരാത്തവനാണ് അല്ലാഹ്. എന്റെ കാര്യങ്ങളിൽ എനിക്കറിയാമല്ലോ, എന്നെക്കാളും കൂടുതൽ നിനക്കറിയാമല്ലോ അല്ലാഹ്. ചാബല്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് അല്ലാഹുവിലേക്ക് കേണപേക്ഷ നടത്തേണ്ട നേരം, പൊട്ടിപ്പൊട്ടി കരഞ്ഞ് അല്ലാഹുവിലേക്ക് കേണപേക്ഷ നടത്തേണ്ട നേരം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, ഖൽബിന് മാറ്റമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു.
അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മഹാന്മാരായ മഹാന്മാരൊക്കെ അത്താഴത്തിന്റെ നേരത്തെ അവർ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അദീം, കഴിവിന്റെ പരമാവധി 70 പ്രാവശ്യവും 100 പ്രാവശ്യമൊക്കെ ചൊല്ലിയവരുണ്ട്. അങ്ങനെ അങ്ങോട്ടുള്ള ഒരു ചെല്ലലല്ല. കണ്ണും മുറുക്കി ഖൽബിലേക്ക് നോക്കി വൈകല്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് വിതുമ്പി കരഞ്ഞ് ഓരോ കണ്ണീർ തുള്ളികളും ഓരോ തൗബയുടെ കട്ടിയും കനവും ഉള്ള ഇസ്തിഗ്ഫാർ പശ്ചാത്താപം. വെറുതെ ഒരു ലോക്കലായിട്ട് നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ ചൊല്ലീനിഞ്ഞ് വേറെ ഇസ്തിഗ്ഫാർ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ആ ഇസ്തിഗ്ഫാർ അല്ല. ഇസ്തിഗ്ഫാറുനാ യഹ്താജുൽ ഇസ്തിഗ്ഫാറിൻ ആഖർ, നമ്മൾ ഇസ്തിഗ്ഫാർ ഇനി അതൊന്ന് പൊറപ്പിച്ചു കിട്ടാൻ വേറെ ഇസ്തിഗ്ഫാർ വേണ്ടി വരും എന്ന് പറഞ്ഞില്ല. ആ ഇസ്തിഗ്ഫാർ അല്ല. ഇച്ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ ഖൽബിൽ ടച്ച് ചെയ്തിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്. ഖൽബിന്റെ പരിശുദ്ധിക്ക് ആവശ്യമാണ് ആ നേരത്തുള്ള ഇസ്തിഗ്ഫാർ. അത്തായ നേരത്തുള്ള മോചനം, പാപമോചനം, അള്ളാഹുവിനോട് തേടുന്ന തേട്ടം പടച്ച റബ്ബ് ഏറ്റവും അധികം ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് അവന്റെ വിനയത്തോടെയുള്ള തേട്ടവും ചോദ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട്, ഒരു മുസ്ലിമിനോട് നിർവഹിക്കാൻ പറഞ്ഞ നേരമാണത്. ആ നേരത്ത് എന്നും സുഖിയന്മാരായി ഉറങ്ങി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കുന്ന മടിയന്മാരായിട്ട് നമ്മൾ മാറരുത്. ഖളാ ആകുന്നതിന്റെ തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് കൊട്ടിപ്പടയുന്ന മഹാമടിയന്മാരുമാകരുത്. കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെ അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കി വളർത്തിയെടുക്കണം. അതിനെന്തെല്ലാം കാര്യങ്ങൾ സഹായകമായിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഖൽബ്, ആ ഖൽബിന് വലിയ പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.